അപ്പുണ്ണിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ എന്ന്. പുഴവക്കത്തെ കാലായകൾ മുഴുവൻ അച്ഛൻ പാട്ടത്തിനെടുത്തു. സീതാലിക്കുട്ടിയും അച്ഛനും പങ്കുചേർന്ന് കൊള്ളികുത്തി. മുത്താച്ചി പറഞ്ഞത്, കൊള്ളി കുത്തിച്ചാലോ, നമ്പ്രത്തെ പള്ളിയാല മുതൽക്ക് വടക്കേ പുഴക്കര വരെ 1000 ഉറുപ്പിക ഏത് കണ്ണുപൊട്ടനും കൊടുക്കും. അത്ര മുന്തിയതായിരുന്നു കൊള്ളി. പള്ളിപ്പുറത്തുകാരായ കച്ചവടക്കാർ വന്ന് ഒട്ടാകെ കൊള്ളി കച്ചവടമാക്കി. അച്ചാരവും കൊടുത്തു. അന്ന് രാത്രി സീതാലിക്കുട്ടി അച്ഛനെ വിരുന്നിന് ക്ഷണിച്ചു. അപ്പോൾ അപ്പുണ്ണി ഒരു സംശയം ചോദിച്ചു. മാപ്പിളാരുടെ ചോറ് നമ്മൾ ഉണ്ണോ മുത്തശ്ശി? നിന്റെ അച്ഛനല്ലേ ആള്? രാത്രി 2 പേരും ഇറച്ചിയും പത്തിരിയും കഴിച്ചു. ഇറച്ചിക്ക് ദുസ്വാദുണ്ടായിരുന്നു. മുത്യാടിൻ്റെ ഇറച്ചിയായിട്ടാ എന്ന് സീതാലിക്കുട്ടി പറയുകയും ചെയ്തു. മുത്തളിങ്കുന്നത്തെ പള്ളിക്കപ്പുറമാണ് സീതാലിക്കുട്ടിയുടെ വീട്. വിരുന്ന് കഴിഞ്ഞിറങ്ങി. കല്ലത്താണിക്കടുത്തെത്തിയപ്പോൾ വയറ്റിനൊരു കൊളുത്തൽ. 2 അടി നടന്നപ്പോൾ ഛർദ്ദിച്ചു. തളർന്ന് വയറും പിടിച്ച് വീണ്ടും 2 അടി നടന്നപ്പോൾ കുഴഞ്ഞു വീണുപോയി. അപ്പുണ്ണിയുടെ കണ്ണുകൾ മങ്ങുകയായിരുന്നു. അപ്പോഴാണ് വലിയ വളപ്പിലെ ചന്തു വന്നത്. കുമ്പിടിച്ചന്തയിൽ കായ്ക്കറി വിറ്റുവരുന്ന വരവാണ്. ആരാത്? ഞാനാ ചന്തുവോ? അയ്യോ, എൻ്റെ കമ്മയ്ക്ക് എന്തേ പറ്റിയത്? സീതാലിക്കുട്ടി എന്നെ ചതിച്ചു ചന്തുവോ? അപ്പുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചന്തു താങ്ങിയെടുത്തു. വീട്ടിലെത്തിച്ചപ്പോൾ അമ്മ വിളക്കും കത്തിച്ചു വെച്ച് കാത്തിരിക്കുകയായിരുന്നു. അവൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. പാറുക്കുട്ടിയെന്നൊന്ന് വിളിച്ചു വീണതാ. ആളും മാളും കൂടിയാപ്പിളയ്ക്ക്. എന്തിനാ എൻ്റെ കുട്ടിയെ അതൊക്കെ പറയണ്? മണ്ടയിലെ വര നന്നായില്ല, മണ്ടയിലെ വര നന്നായില്ല. അപ്പുണ്ണി ഏങ്ങി ഏങ്ങി കരഞ്ഞു. നാട്ടിൽ പൊതുവെ സ്വകാര്യമായി ആളുകൾ ആ മരണത്തെപ്പറ്റി സംസാരിച്ചു. പോലീസുകാർ വരുമെന്നും ശവം പുറത്തെടുത്ത് കീറിമുറിച്ച് പരിശോധിക്കുമെന്നും പറഞ്ഞു കേട്ടു. എന്തോ അതൊന്നും ഉണ്ടായില്ല. അത്തുണ്ണി മൊയലാളി കാശൊക്കെ കൊടുത്ത് കേസില്ലാണ്ട് ആക്കിയതല്ലേ? ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരു പേർ കൂടി അപ്പുണ്ണി മനസ്സിൽ കുറിച്ചിട്ടു. അത്തുണ്ണി മൊയലാളി. പിന്നീടാണ് അറിഞ്ഞത് അയാൾ മരിച്ചിരിക്കുന്നു. അത് നന്നായി. പാഷാണം കൊടുത്താണത്രേ അച്ഛനെ കൊന്നത്. ആട്ടിറച്ചിയിൽ പാഷാണം കലക്കി. പാഷാണം പറയരുടെ കയ്യിലുണ്ടാവുമത്രേ. പറയരെ ഭയപ്പെടണം. ഒടിച്ചു കൊല്ലാനറിയും. മരുന്ന് കൊടുത്തിട്ടാണെങ്കിൽ പാഷാണവുമുണ്ട്. മുത്താച്ചി ഇടയ്ക്കിടെ പറയാറുണ്ട്, വലിയൊരു തറവാട്ടിൽപ്പെട്ട കുട്ടിയാ നീയ്. മനസ്സിൽ പലവട്ടം അവൻ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്.